പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും സ്തംഭിച്ചു. ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. രാജ്യസഭയും ലോക്സഭയും 2 മണിവരെ നിർത്തിവെച്ചു. പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ 2 മണിക്ക് ചർച്ച നടക്കും. ചർച്ചയോട് സഹകരിക്കാമെന്ന് പ്രതിപക്ഷം ഉറപ്പും നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, എന്തായാലും പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ 2 മണിക്കാണ് ചർച്ച നടക്കുക. പ്രതിപക്ഷം സഹകരിക്കാമെന്നാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും പാർലമെന്റിൽ 2 മണിക്കാണ് ഈ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ ചർച്ച നടക്കുക. അതിനോട് പ്രതിപക്ഷം സഹകരിക്കാമെന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ സ്പീക്കർ പ്രതിപക്ഷവുമായി സംസാരിച്ച അക്കാര്യത്തിൽ ധാരണയിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് പാർലമെന്റ് നടപടികൾ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം ഈ കഴിഞ്ഞ ദിവസം ഈ പോലീസ് നടപടി, അതായത് CJP മാർച്ചിന് നേരെയുണ്ടായ, വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടി, പോലീസിന്റെ ഈ പെല്ലറ്റ് ഗൺ ഉപയോഗമടക്കമുള്ള നടപടികളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ മറുപടി പറയണമെന്ന ആവശ്യം പ്രതിപക്ഷം 11 മണിക്ക് സഭ ചേർന്നപ്പോൾ ഉന്നയിച്ചു. ഈ ഘട്ടത്തിൽ സ്പീക്കർ പ്രതിപക്ഷത്തിനെ സംസാരിക്കാൻ അനുവദിച്ചില്ല. മൈക്ക് സ്പീക്കർ അവർക്ക് നൽകിയില്ല. ഇതേ തുടർന്ന് പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തുകയാണ് ചെയ്തത്. പെല്ലറ്റ് ഗൺ അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം സഭയിൽ മുദ്രാവാക്യമായി ഉയർത്തുകയും ചെയ്തു. പക്ഷേ സ്പീക്കർ പ്രതിപക്ഷത്തിന് സംസാരിക്കാനുള്ള അവസരം നൽകിയില്ല. പ്രതിപക്ഷം ഇതേ തുടർന്ന് മുദ്രാവാക്യം വിളികളുമായി ബഹളം തുടരുകയാണ് ചെയ്തത്. ഇതേ തുടർന്ന് സഭ 2 മണിവരെ ലോക്സഭ നിർത്തി വെച്ചിരിക്കുകയാണ്. നിലവിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഈ 2 മണിക്ക് നടക്കുന്ന ചർച്ചയിൽ ഉന്നയിക്കാമെന്നുള്ളതാണ് സ്പീക്കർ ഓം ബിർള പ്രതിപക്ഷത്തോട് പറഞ്ഞത്. പക്ഷേ പ്രതിപക്ഷം ആ ഘട്ടത്തിൽ വഴങ്ങിയില്ല. പ്രതിഷേധം തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ചർച്ചയോട് സഹകരിക്കാമെന്ന് പ്രതിപക്ഷം പറഞ്ഞെങ്കിലും ഈ ആദ്യത്തെ മണിക്കൂറുകളിൽ, അല്ലെങ്കിൽ സഭാ നടപടികൾ തുടങ്ങുന്ന ഘട്ടത്തിൽ ഈ വിഷയം ഉന്നയിക്കുമെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഉന്നയിക്കാമെന്ന് നേരത്തെ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധം തന്നെയാണ് 11 മണിക്ക് സഭ ചേർന്ന ഘട്ടത്തിൽ ഉയർന്നത്. അവിടെയും ഈ അമിത്ഷാ പ്രസ്താവന നടത്തണമെന്ന ഇന്നലത്തെ ആവശ്യം പ്രതിപക്ഷം ഇന്നും ആവർത്തിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭയും ഇപ്പോൾ 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. ഏതായാലും 2 മണിക്ക് ലോക്സഭ ചേരുമ്പോൾ അതിൽ പൊതു പരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ ചർച്ച നടക്കും. ആ ചർച്ചയിൽ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ പ്രതിപക്ഷ നിരയിൽ നിന്ന് സംസാരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രതിപക്ഷം ഉന്നയിക്കും. പ്രത്യേകിച്ച് ഈ സമരക്കാർക്ക് നേരെയുള്ള പോലീസ് നടപടി അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചർച്ചയ്ക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമനായിരിക്കും ഒരുപക്ഷെ മറുപടി പറയുക എന്നുള്ള വിവരങ്ങളും ഉണ്ട്. ബില്ല് അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ്. നിലവിൽ പ്രഹ്ലാദ് ജോഷിക്കാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല. പക്ഷേ ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറുപടി പറഞ്ഞേക്കുമെന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. ഏതായാലും 2 മണിക്ക് ചർച്ച നടക്കും. 6 മണിക്കൂറായിരിക്കും ചർച്ച നടക്കുക. कि महत्वपूर्ण विधेयक पर हम चर्चा करें, संवाद करें, अपने मत और विचारों को रखें. सरकार से भी और प्रतिपक्ष से भी मेरा ये आग्रह है कि सभी माननीय सदन सहमति बनाए. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും സ്തംഭിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നൊക്കെ ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ഇപ്പോഴും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രാജ്യസഭയും ലോക്സഭയും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ 2 മണിക്കാണ് ചർച്ച നടക്കുക. ചർച്ചയോട് സഹകരിക്കാമെന്ന് പ്രതിപക്ഷം ഉറപ്പും നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് ആന്റണി ജിസ്റ്റോർ.